കനത്ത മഴയിൽ തീരദേശത്തെ വീടുകൾ വെള്ളക്കെട്ടിൽ. എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പെരിഞ്ഞനത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മണലൂരിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടു. ചാലക്കുടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വൻ അഗ്നിബാധ. ഊക്കൻ ഷോപ്പിംഗ് കോംപ്ലക്സിനാണ് തീ പിടിച്ചത്. തീ കെടുത്തിയത് 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. കോടികളുടെ നഷ്ടം. തൃശൂർ ജില്ലാ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നു. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. തൃശൂർ കോർപ്പറേഷൻ നടപ്പാക്കുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി നാടിന് സമർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി സഹകരണാത്മക ഫെഡറലിസത്തിന്റെ മികച്ച ദൃഷ്ടാന്തമാണെന്ന് മുഖ്യമന്ത്രി. ചടങ്ങിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം. നമസ്കാരം. വാർത്തകൾ വിശദമായി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി. എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പെരിഞ്ഞനത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. പ്രധാന തോടുകൾ കരകവിഞ്ഞൊഴുകിയതോടെയാണ് തീരദേശ പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായത്. എടത്തുരുത്തി 15-ാം വാർഡ് ചെന്ത്രാപ്പിന്നി ബൈപ്പാസിന് സമീപവും പപ്പടം നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി. പലരും ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറിയിരിക്കുകയാണ്. റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. SN വിദ്യാഭവൻ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. എടത്തുരുത്തി, പൈനൂർ, പല്ല, അയ്യപ്പൻപടി നഗർ, കോഴിത്തുമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കയ്പമംഗലം പഞ്ചായത്ത് 2-ാം വാർഡ് കൂരിക്കുഴി സലഫി വടക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. ഈ ഭാഗത്ത് നിരവധി കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ്. ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കാളമുറി കിഴക്ക്, വിളക്കുപറമ്പ്, തൈവെപ്പ്, പള്ളിത്താനം, ഗ്രാമലക്ഷ്മി, വഴിയമ്പലം ബൈപ്പാസ് പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പെരിഞ്ഞനം പഞ്ചായത്തിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലാണ് ക്യാമ്പ് തുറന്നത്. 10-ാം വാർഡ് കുടിലിങ്ങൽ നഗറിൽ നിന്നുമുള്ള 3 കുടുംബങ്ങളാണ് ക്യാമ്പിൽ ഉള്ളത്. 14-ാം വാർഡിലും കനത്ത വെള്ളക്കെട്ട് തുടരുന്നതിനാൽ ഇവിടെ നിന്നും കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. പഞ്ചായത്ത് അധികൃതരും വില്ലേജ് അധികൃതരും ക്യാമ്പ് സന്ദർശിച്ചു. TCV ന്യൂസ്, കയ്പമംഗലം. കനത്ത മഴയെ തുടർന്ന് മണലൂർ പഞ്ചായത്തിൽ വ്യാപക വെള്ളക്കെട്ട്. 5-ാം വാർഡിലെ വിശുദ്ധി അങ്കണവാടി ഉൾപ്പെടെ പരിസരത്തെ 10 വീടുകൾ വെള്ളക്കെട്ടിലായി. വാക്കാട്ടു മാധവി, ചിത്തംതോപ്പിൽ ജോൺ മോഹൻ, പനക്കപ്പറമ്പിൽ ഉണ്ണി, കോറോട്ട് സുകുമാരൻ, രാധാകൃഷ്ണൻ കോറോട്ട്, വാക്കാട്ട് ഗോപി, തേർമടം റൈജു, കളരിക്കൽ സുരേഷ് ബാബു, കുമ്പളത്തറ ഭാനു, പച്ചാമ്പള്ളി മനോജ്, വാക്കാട്ട് വിജയൻ തുടങ്ങി 11 വീടുകളാണ് വെള്ളക്കെട്ടിലായത്. ഈ പ്രദേശത്തുകൂടി കടന്നുപോകുന്ന ഇറിഗേഷൻ കനാൽ കരകവിഞ്ഞൊഴുകിയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം. പ്രദേശത്തുകൂടി കടന്നുപോകുന്ന ഇറിഗേഷൻ കനാൽ ഇടിഞ്ഞാണ് ഒഴുക്ക് നിലച്ചത്. ഇതിനു പുറമെ ഫലവൃക്ഷ കൊമ്പുകളും മറ്റും വന്നടിഞ്ഞ് കനാലിൻ്റെ ആഴം കുറയുകയും ചെയ്തു. കാഞ്ഞാണി ഗുരുവായൂർ റോഡിലൂടെ കടന്നുപോകുന്ന ഇറിഗേഷൻ കനാൽ 1 കിലോമീറ്റർ ദൂരത്തിൽ ശ്മശാനം വരെ അടിയന്തരമായി വൃത്തിയാക്കി ഒഴുക്ക് സുഗമമാക്കണമെന്ന് മണലൂർ പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗം ജനാർദ്ദനൻ മണ്ണുമ്മൽ ആവശ്യപ്പെട്ടു. വളരെ കാലങ്ങളായിട്ട് ഇടിഞ്ഞു കിടക്കുകയും അതിൽ കൂടി കടന്നു വരുന്ന വെള്ളങ്ങൾ സമീപ പ്രദേശത്തുള്ള വീടുകളിലേക്ക് കയറുകയും അതോടെ ദുരിതം അനുഭവിക്കുന്ന ഒട്ടേറെ വ്യക്തിത്വങ്ങളാണ് അവിടെ ഉള്ളത്. ഇതിൻ്റെ നടപടിക്കായി നമ്മൾ പല പ്രാവശ്യം ഇറിഗേഷനെ സമീപിക്കുകയും ഇത് റെഡിയാവാതെ വരികയും MLA സമീപിക്കുകയും ഉണ്ടായി. അതിനെ തുടർന്ന് അതൊരു പ്രൊജക്റ്റ് രൂപീകരിച്ച് നടപടി എടുക്കാമെന്ന് പറയുകയുണ്ടായെങ്കിലും പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ അതിലൊരു അനന്തര നടപടിയായിട്ട് മുന്നോട്ട് വന്നത്. ആ മുന്നോട്ട് വന്നതിൻ്റെ ഭാഗമായി ഈ ദുരിത പ്രദേശത്ത് അവർ പണി ചെയ്യാതെ വേറെ പ്രദേശത്ത് നിന്ന് പണി വരികയും ഈ പ്രദേശം എത്തുമ്പോഴേക്കും മഴ കൂട്ടിപ്പിടിച്ച് ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇപ്പോൾ പണി അവിടെ നിർത്തിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. TCV തൃശൂർ. കനത്ത മഴ തുടരുന്നതിനിടയിൽ മനംകുടി കോടന്നൂർ റോഡിൽ വെള്ളം കയറി. സമീപത്തെ പടവിലെ സ്ലൂയിസുകൾ അടച്ചിട്ടതിനാലാണ് റോഡിലേക്ക് വെള്ളം കയറിയതെന്ന് ആക്ഷേപം. മനക്കൊടി റോഡിൽ നിന്ന് കോടന്നൂർ ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷൻ വെള്ളത്തിൽ മുങ്ങി. മനക്കൊടി 5 മുറി പാടശേഖരത്തിന്റെ സ്ലൂയിസുകൾ മത്സ്യകൃഷിക്കായി അടച്ചിട്ടതിനെ തുടർന്ന് പടവിൽ വെള്ളം നിറഞ്ഞ് റോഡിന് കുറുകെ കവിഞ്ഞൊഴുകുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ മുതൽ ഇതുവഴി വന്ന ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി വാഹനയാത്രികർക്ക് റോഡിൽ വെള്ളം നിറഞ്ഞത് അപകട ഭീഷണിയായി. പടവിലെ സ്ലൂയിസുകൾ അടച്ചിടരുതെന്ന് 5 മുറി പടവ് ഭാരവാഹികളെ അറിയിച്ചിരുന്നതാണെന്നും എന്നിട്ടും അവർ സ്ലൂയിസുകൾ തുറന്നിടാൻ തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നു.
മഴക്കാലത്തിന് മുൻപേ പാടശേഖരങ്ങളിലെ കഴകളും സ്രോയിസുകളും എല്ലാം തുറന്നിട്ട് ജലമൊഴുക്ക് സുഗമമാക്കണമെന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശമുണ്ടായിട്ട് പോലും അരുമ്പൂർ, ചാഴൂർ, പാറളം പഞ്ചായത്തുകളിലെ ചില പാടശേഖരങ്ങൾ എല്ലാം അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുകയാണ്. നാട്ടുകാർ ജില്ലാ ഭരണകൂടത്തെയും ബന്ധപ്പെട്ട കൃഷി ഓഫീസർമാരെയും പലതവണ അറിയിച്ചിട്ടും ആവശ്യമായ നടപടി എടുക്കാതിരുന്നതാണ് റോഡിൽ വെള്ളം കയറാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകാനും ഇടയാക്കിയതെന്നാണ് ആക്ഷേപം. ചാഴൂർ പഞ്ചായത്തിലെ പുറത്തൂർ പടവ്, ആലപ്പാട്ട് പടവ്, പുള്ളുപടവ് എന്നീ പാടശേഖരങ്ങളിലും പാറളം പഞ്ചായത്തിലെ ചില പടവുകളിലും സമാനമായ രീതിയിൽ സ്ലോയിസുകളും കഴകളും അടച്ചിട്ട് മത്സ്യകൃഷി ചെയ്യുന്നുണ്ടെന്നും കഴകൾ തുറന്നിടാൻ പറയുമ്പോൾ ഗുണ്ടായുസ രീതിയിലാണ് ചില പടവ് കമ്മിറ്റിക്കാർ പ്രതികരിക്കുന്നതെന്നുമാണ് ആക്ഷേപം. ജില്ലാ ഭരണകൂടം ഇടപെട്ട് പാടശേഖരങ്ങളിലെ കഴകളും സ്ലൂയിസുകളും തുറക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV തൃശൂർ. വാഗയിൽ കനത്ത കാറ്റിലും മഴയിലും തെങ്ങ് വീണ് പശു ചത്തു. വാഗ മാണിക്കത്ത് വിശ്വനാഥന്റെ പശുവാണ് ചത്തത്. ഏകദേശം 80,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കുടുംബത്തിലെ ഏക വരുമാന മാർഗമാണ് നിലച്ചത്. എളവള്ളി മൃഗാശുപത്രിയിലെ ഡോക്ടർ അൻഷാദിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ജഡം സംസ്കരിച്ചു. മാള വടമയിൽ തെങ്ങ് വീണ് വീടിന്റെ ട്രസ് തകർന്നു. ചാത്തുക്കുടം വീട്ടിൽ സുരേഷിന്റെ വീടിന്റെ മുകളിലേക്കാണ് തെങ്ങ് വീണത്. സമീപവാസിയുടെ പറമ്പിലെ തെങ്ങാണ് കനത്ത മഴയിലും കാറ്റിലും വീണത്. കാട്ടൂർ പൊന്നനം പുതുക്കുളം കവിഞ്ഞതിനെ തുടർന്ന് റോഡിൽ വെള്ളം കയറി. മഹിളാ സമാജം പൊന്നനം ലിങ്ക് റോഡിലാണ് വെള്ളം കയറിയത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് പുതുക്കുളം നിറഞ്ഞു കവിയുകയായിരുന്നു. ഇതേ തുടർന്ന് റോഡിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. അന്തിക്കാട് KK മേനോൻ ഷെഡിന് സമീപത്തെ തണ്ണീർത്തടം കരകവിഞ്ഞൊഴുകി. അന്തിക്കാട് സെന്റർ, വാമനമൂർത്തി ക്ഷേത്ര പരിസരം, KK മേനോൻ ഷെഡിന്റെ പടിഞ്ഞാറ് ഭാഗം തുടങ്ങി നിരവധി പ്രദേശങ്ങളിലെ പുറമ്പോക്ക് തോട്ടിലെ ഒഴുക്ക് നിലച്ചതാണ് വെള്ളം കയറാനിടയാക്കിയത്. എഞ്ചിനിയിൽ വെള്ളം കയറിയ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനാകാതെ യാത്രക്കാർ വലഞ്ഞു. സ്വകാര്യ വ്യക്തികൾ വീട് നിർമ്മാണത്തിനും മറ്റുമായി ചെറിയ ഓവുകൾ സ്ഥാപിച്ച് ഭൂമി നികത്തിയതോടെയാണ് സമാനതകളില്ലാത്ത വെള്ളംകെട്ട് രൂപപ്പെട്ടതെന്ന് നാട്ടുകാർ പറയുന്നു. സ്വകാര്യ വ്യക്തികൾ സ്ഥാപിച്ച ഓവുകൾ പഞ്ചായത്ത് ഇടപെട്ടെടുത്ത് മാറ്റി പകരം കാന നിർമ്മിച്ചാലേ വെള്ളക്കെട്ടിന് പരിഹാരമാകൂവെന്ന് ചൂണ്ടിക്കാട്ടി. KK മേനോൻ പേരാൻ മാർക്കറ്റ് ന്യൂ ലിങ്ക് റോഡിൽ വെള്ളം ഒഴുകിയതിനെ തുടർന്ന് തോടിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ കലുങ്ക് നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കനത്ത മഴയിൽ അന്തിക്കാട് സലഫി മസ്ജിദ് കോമ്പൗണ്ടിലും സമീപത്തെ തച്ചിൽ ജേക്കബിന്റെ വീട്ടിലും വെള്ളം കയറി. ജേക്കബിന്റെ വീടിന് ചുറ്റും വെള്ളം ഉയർന്നതോടെ 2 ശുചിമുറികളും ഉപയോഗശൂന്യമായി. ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഇതുമൂലം വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. എല്ലാ വർഷവും പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുമെങ്കിലും ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് ജേക്കബ് പറയുന്നു. ശക്തമായ കാറ്റിലും മഴയിലും കണ്ടാണശ്ശേരിയിൽ പാചകപ്പുരയും തൊഴുത്തും തകർന്നു വീണു. നമ്പഴിക്കാട് കമ്മിറ്റിക്കാട്ടിൽ ജിഷ സുഗുവിന്റെ വീടിനു പിന്നിലെ ഷീറ്റ് മേഞ്ഞ കെട്ടിടമാണ് തകർന്നു വീണത്. മുൻവശത്തെ ഭിത്തിയും ഇടിഞ്ഞു വീണു. സമീപത്തെ പാടം നിറഞ്ഞ് വീടും പരിസരവും വെള്ളക്കെട്ടിലാണ്. ദിവസങ്ങളായി തുടരുന്ന വെള്ളക്കെട്ടിൽ വീടും തകർച്ചാ ഭീഷണി നേരിടുന്നു. മഴ തുടർന്നാൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ട അവസ്ഥയാണെന്ന് വീട്ടുകാർ പറഞ്ഞു. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മണ്ണൂത്തി വടക്കാഞ്ചേരി ദേശീയപാതയിൽ വൻ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. വാഹനങ്ങളുടെ നിര 4 കിലോമീറ്ററുകളോളം നീണ്ടു. കല്ലിടുക്കിൽ തിങ്കളാഴ്ച പുലർച്ചെ 4-ന് തുടങ്ങിയ കുരുക്ക് ഉച്ചയ്ക്ക് 1 വരെ നീണ്ടു. കുരുക്ക് മറികടക്കാനായി വാഹനങ്ങൾ എതിർദിശയുടെ സഞ്ചരിച്ചതോടെ ഇരുഭാഗത്തുമുള്ള ഗതാഗതം താറുമാറായി. സമയത്തിന് ഓടിയെത്താൻ കഴിയാത്തതിനാൽ സ്വകാര്യ ബസ്സുകൾ പലതും പാതിവഴിയിൽ സർവീസ് നിർത്തിവെച്ചു. മേഖലയിൽ നടപ്പാക്കിയ അശാസ്ത്രീയ ഗതാഗത നിയന്ത്രണമാണ് കുരുക്കുണ്ടാക്കാൻ കാരണം. ഒരേസമയം ദേശീയപാതയുടെ ഇരുഭാഗങ്ങളും കലുങ്ക് നിർമ്മാണത്തിനായി പൊളിച്ചതോടെയാണ് വാഹനങ്ങൾ കുടുങ്ങിയത്. കല്ലിടുക്കിനു പുറമെ വാണിയമ്പാറ, മുടിക്കോട് മേഖലകളിൽ കൂടി അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. 3 മേഖലകളിലും നിലവിൽ ഗതാഗതം സർവീസ് റോഡിലൂടെ ഒറ്റവരിയായാണ് കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ സർവീസ് റോഡ് തകർന്നതും പ്രതിസന്ധിക്ക് കാരണമായി. ചാലക്കുടി നോർത്ത് ജംഗ്ഷനിലെ പെയിൻ ഗോഡൌണിൽ വൻ അഗ്നിബാധ. 1.5 മണിക്കൂർ നേരത്തെ കഠിന പ്രയത്നത്തിനു ശേഷമാണ് തീ അണച്ചത്. 2 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കുന്നു.
തിങ്കളാഴ്ച രാവിലെ 8:30യോടെയാണ് ഊക്കൻ ഷോപ്പിംഗ് കോംപ്ലക്സിലെ പെയിന്റ് ഗോഡൌണിൽ അഗ്നിബാധയുണ്ടായത്. മിനിറ്റുകൾക്കകം ആളിപ്പടർന്ന തീ മറ്റിടങ്ങളിലേക്കും അതിവേഗം വ്യാപിച്ചു. പ്ലൈവുഡ്, ഫർണിച്ചറുകൾ, റബ്ബർ ഷീറ്റ് തുടങ്ങിയ നിരവധി ഇനങ്ങൾ അഗ്നിക്കിരയായി. അഗ്നിശമന സേനയുടെ 4 സ്റ്റേഷനുകളിൽ നിന്നായി 6 യൂണിറ്റുകൾ രക്ഷാപ്രവർത്തനത്തിനെത്തി. പോലീസ് ഉദ്യോഗസ്ഥരും വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തി. 100 കണക്കിന് നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. 3 നില കെട്ടിടത്തിന്റെ പിൻഭാഗത്തുള്ള ഷീറ്റ് മേഞ്ഞ ഗോഡൌണിലായിരുന്നു തീപിടിച്ചത്. 100 കണക്കിന് പെയിന്റ് ടിന്നുകൾ രക്ഷാപ്രവർത്തകർ ഗോഡൌണിൽ നിന്നും എടുത്ത് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാനായതിനാൽ മറ്റ് അപകടങ്ങൾ ഒഴിവായി. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ലെന്ന് ഷോപ്പിംഗ് കോംപ്ലക്സ് ഉടമയും മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ UV മാർട്ടിൻ പറഞ്ഞു. രാവിലെ നമ്മൾ കട തുറക്കുന്നത് അല്പത്തൊക്കെ എഴുതിയത് ഫയർ കണ്ടു. അങ്ങനെ സ്റ്റാഫ് വിളിച്ച് പറഞ്ഞു ഫർണിച്ചറിൻ്റെ സെക്ഷനും ഹാർഡ്വെയർ സെക്ഷനും അതുപോലെ പെയിൻറ്റ് സെക്ഷനും നോക്കി വന്ന് ആ ഫയർ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ഫയറിൻ്റെ ആൾക്കാർ വന്നു, നാട്ടുകാരെല്ലാവരും വന്നു. അവരെല്ലാവരും സഹകരണം കൊണ്ടാണ് ഈ അണയ്ക്കാൻ നമുക്ക് സാധിച്ചത്. MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് എന്നിവരും സ്ഥലത്തെത്തി. TCV ചാലക്കുടി. തൃശൂർ ജില്ലാ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നു. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും AICC സെക്രട്ടറി PV മോഹനനും ചൊവ്വാഴ്ച തൃശൂരിലെത്തുന്നുണ്ട്. നേതാക്കളുമായി ചർച്ച നടത്തുന്ന ഇരുവരും ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് നേതൃത്വം ജില്ലയിലെ പ്രശ്നങ്ങളിൽ ഇടപെടും. അടുത്തിടെ തൃശൂരിലുണ്ടായ സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളും സമാന്തര നീക്കങ്ങളും നേതൃത്വത്തിന്റെ ശ്രദ്ധയിലുണ്ട്. തലപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ നഷ്ടമായത്, ഗുരുവായൂർ അർബൻ ബാങ്ക് പ്രസിഡന്റിന്റെ പുറത്താക്കൽ, കൊരട്ടിയിലെ കയ്യാങ്കളി തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഉയർന്നുവന്നു. A ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. I ഗ്രൂപ്പിലെ ചില നേതാക്കൾ സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. DCC പ്രസിഡന്റായി ജോസഫ് ടാജറ്റ് ചുമതലയേറ്റിട്ട് അധികം നാളായിട്ടില്ല. എന്നാൽ ടാജറ്റിനെ ലക്ഷ്യം വെച്ചും നീക്കങ്ങൾ നടക്കുന്നു. അനിൽ അക്കരയെ DCC തലപ്പത്ത് കൊണ്ടുവരാനുള്ള ആലോചനയിലാണ് ഒരു വിഭാഗം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃശൂരിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് നേതൃത്വം. അതിന്റെ ഭാഗമായാണ് ദീപാദാസ് മുൻഷിയും PV മോഹനനും ജില്ലയിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തുന്നത്. TCV തൃശൂർ. സംസ്ഥാനത്ത് ആദ്യമായി തൃശൂർ കോർപ്പറേഷൻ നടപ്പാക്കുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. പദ്ധതി സഹകരണാത്മക ഫെഡറലിസത്തിന്റെ മികച്ച ദൃഷ്ടാന്തമെന്ന് മുഖ്യമന്ത്രി. കോർപ്പറേഷൻ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാട്ടർ എഫിഷ്യന്റ് തൃശൂർ നാടിന് സമർപ്പിച്ചത്. കഴിഞ്ഞ 4 വർഷങ്ങളിലായി ജലജീവൻ മിഷനിലൂടെ കേരളത്തിലെ 55% ഗ്രാമീണ മേഖലകളിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 7 ജില്ലകളിൽ 50%-ലധികം പേർക്ക് കുടിവെള്ള വിതരണം ലഭ്യമാക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ ജലസ്രോതസ്സുകളുടെ വീണ്ടെടുക്കലും നവീകരണവും സംരക്ഷണവുമാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോകുന്നത്. തോടുകളും കുളങ്ങളും നീർച്ചാലുകളും വീണ്ടെടുക്കുവാനും ശുചീകരിക്കുവാനും പുതിയത് നിർമ്മിക്കുവാനുമെല്ലാം അതീവ പ്രാധാന്യം നൽകി കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുവാൻ നമുക്ക് സാധിക്കണമെന്ന് മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. വാട്ടർ എഫിഷ്യന്റ് തൃശൂർ നടപ്പാക്കിയ തൃശൂർ കോർപ്പറേഷനെ മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഓൺലൈൻ ആൻഡ് സ്പോട്ട് ബില്ലിംഗ് സമർപ്പണം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. P ബാലചന്ദ്രൻ, MLA, അമൃത് മിഷൻ ഡയറക്ടർ സൂരജ് ഷാജി, ഡെപ്യൂട്ടി മേയർ ML റോസി, CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PR ശ്രീലത തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. ഓൺലൈൻ ആൻഡ് സ്പോട്ട് ബില്ലിംഗ് സമർപ്പണം നടത്തുന്ന തെളിയിച്ചുകൊണ്ട് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ശാന്തിയോടെ ചേർന്ന് വിളക്ക് തെളിയിച്ചുകൊണ്ട് ചടങ്ങിന്റെ അനുസരിച്ചുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മഹനീയമായ കരങ്ങൾ പദ്ധതിയിൽ അലങ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഈ ചടങ്ങിന്റെ ഭാഗമാണ് എത്തിയിരിക്കുന്നത്. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കി ഈ സംവിധാനം സ്ഥാപിച്ചതുവഴി ഡാമിന്റെ ഉപരിതലത്തിൽ നിന്ന് തന്നെ ഇരുട്ടിന്റെയും ചെളിയുടെയും അംശം കുറവായ വെള്ളമെടുക്കാൻ സാധിക്കുന്നു. ഇത്തരം പദ്ധതികളുടെ തുടർച്ചയായി വേണം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതിയെ കാണാൻ. തൃശൂർ നഗരത്തിൽ ആരോഗ്യരംഗത്ത് മികച്ച നേട്ടം കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിലും സാംക്രമിക രോഗങ്ങളുടെ ആധിക്യം ഉൾപ്പെടെയുള്ള ചില വൈഷമ്യങ്ങൾ ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിൽ സജ്ജമാക്കിയ വിവിധ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. അതിന് മനുഷ്യന്റെ ആരോഗ്യം മാത്രം ഉറപ്പാക്കിയാൽ പോരാ. പ്രകൃതിയുടെയും പ്രകൃതിയിലുള്ള ഇതര ജീവജാലങ്ങളുടെയും ആരോഗ്യം കൂടി ഉറപ്പാക്കണം. അതിനുവേണ്ടിയാണ് റഫറൽ അനലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി ഒരുക്കിയിരിക്കുന്നത്.
ആരോഗ്യം, രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ തുടങ്ങിയവയിൽ ഗവേഷണവും പരിശോധനയും നടത്താൻ ഈ ലബോറട്ടറി ഉതകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നമുക്ക് ആവശ്യം. അതിന് മനുഷ്യരുടെ ആരോഗ്യം മാത്രം ഉറപ്പാക്കിയാൽ പോരാ. പ്രകൃതിയിലുള്ള ഇതര ജീവജാലങ്ങളുടെയും ആരോഗ്യം കൂടി ഉറപ്പാക്കാൻ ഉതകുന്ന മുൻകരുതലുകൾ നാം സ്വീകരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് ഇവിടെ റഫറൽ അനലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലാബോറട്ടറി സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും പൊതുജനാരോഗ്യ രംഗത്ത് നിർണായകമായ ഒരു ചുവടുവയ്പായി മാറും ഈ സംവിധാനം. 32 കോടി രൂപ ഇതിനെ ചെലവഴിച്ച കാര്യങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. 45,000 ചതുരശ്രടി വിസ്തീർണമുള്ള ലാബോറട്ടറിയാണ് ഒരുങ്ങിയിട്ടുള്ളത്. ആരോഗ്യം, രോഗപ്രതിരോധം, ഭക്ഷ്യസുരക്ഷ ഇത്തരം മേഖലകളിലെ ഗവേഷണങ്ങളും പരിശോധനകളും നടത്താൻ ഈ ലാബോറട്ടറി ഉതകും. വെറ്റിനറി സർവകലാശാല സെന്റർ ഓഫ് എക്സലൻസ് ഇൻ വൺ ഹെൽത്ത് നടപ്പാക്കുന്നതിനായി 33 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മാത്രമല്ല, അക്കാദമിക് രംഗത്തും സമാന്തരമായി ഇടപെട്ട് സർവകലാശാല ആഗോളതലത്തിലേക്ക് ഉയരണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നടപടികൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും അതിന് സർക്കാരിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റഫറൽ അനാലിറ്റിക്കൽ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, പെൺകുട്ടികൾക്കായുള്ള ഹോസ്റ്റൽ, വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജി ഓഡിറ്റോറിയം എന്നിവയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രി ജെ ചിഞ്ചുറാണി അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു. മേയർ എം കെ വർഗീസ്, വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽ, രജിസ്ട്രാർ ഡോക്ടർ പി സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. പോലീസിലേക്ക് കൂടുതൽ വനിതകളെ റിക്രൂട്ട് ചെയ്യാനും സേനയിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുവാനുമുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാമവർമ്മപുരം പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 144 വനിതാ പോലീസ് കോൺസ്റ്റബിൾമാരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയുകയെന്നത് സർക്കാരിന് ഏറ്റവും പ്രാധാന്യമുള്ളവയാണ്. ഈ ഉദ്ദേശത്തോടുകൂടിയാണ് കൂടുതൽ വനിതകളെ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്തതും. 2017 വനിതാ സായുധ ബറ്റാലിയൻ രൂപം നൽകിയതും ശാസ്ത്രീയ സാങ്കേതിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്ന സമയമാണെന്നും അതിനനുസൃതമായ അറിവ് സമ്പാദിക്കാൻ പുതിയ സേനാംഗങ്ങൾ ശ്രമിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, കേരള സായുധ വനിതാ പോലീസ് ബറ്റാലിയൻ കമാൻഡന്റ് ഇൻചാർജ് ഷഹൻ ഷാ, കേരള പോലീസ് അക്കാദമി ഡയറക്ടർ K സേതുരാമൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അവരുടെ സാമൂഹിക പദവി ഉയർത്തുക, ഇതിന് സ്ത്രീ ശാക്തീകരണം പ്രധാനമാണ്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം അവസാന ഘട്ടത്തിൽ. നാളെയാണ് കൊട്ടിക്കലാശം. ബുധനാഴ്ച നിശബ്ദ പ്രചരണം. വ്യാഴാഴ്ചയാണ് വോട്ടെടുപ്പ്. ഈ മാസം 23-നാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവരിക. അവസാന ഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെയെല്ലാം ആവേശത്തിലാണ്. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധം ഉയർത്തിയാണ് LDF പ്രചരണം കടുപ്പിക്കുന്നതെങ്കിലും സർക്കാരിന്റേത് ജനവിരുദ്ധ നയങ്ങളെന്ന് പറഞ്ഞാണ് UDFന്റെ പ്രചരണം. BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജും സ്വതന്ത്രനായി മത്സരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവറും പ്രചരണ രംഗത്ത് സജീവമാണ്. ചാലക്കുടി വ്യാജ ലഹരി കേസിലെ മുഖ്യപ്രതിയായ ലിവിയ ജോസിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പോലീസ് കോടതിയെ സമീപിക്കും. നാളെ കോടതിയിൽ അപേക്ഷ നൽകുവാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. ലിവിയ ജോസിനെയും കേസിലെ 1-ാം പ്രതി നാരായണദാസിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഇതിനായി നിലവിൽ റിമാൻഡിൽ കഴിയുന്ന നാരായണദാസിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങാനും അന്വേഷണ സംഘം നടപടി സ്വീകരിക്കും.
ലക്കിടി പാലപ്പുറത്ത് നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബൈക്കിലും വൈദ്യുതി തൂണിലും ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ശ്രീകൃഷ്ണപുരം സ്വദേശി 28 വയസ്സുള്ള ആദിത്യനാണ് മരിച്ചത്. പാലക്കാട് കുളപ്പുള്ളി പാതയിൽ പാലപ്പുറം പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം ഈ മാസം 11-നായിരുന്നു അപകടം. ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. മാളയിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗത്തിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. 16-കാരനെ പീഡിപ്പിച്ചുവെന്ന പരാതിയിലാണ് മാള പോലീസ് FIR രജിസ്റ്റർ ചെയ്തത്. കുറ്റാരോപിതനായ വലിയ പറമ്പ് സ്വദേശി PO ഷാജി ഒളിവിലാണെന്ന് പോലീസ് പറഞ്ഞു. നോർത്ത് പറവൂരിൽ നിന്നും കാണാതായ 3 പെൺകുട്ടികളെ കുന്നംകുളത്ത് കണ്ടെത്തി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഇവരെ കണ്ടെത്തിയത്. പെൺകുട്ടികളുടെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. പറവൂരിലെ ഒരു ഹോസ്റ്റലിൽ നിന്നാണ് പ്രായപൂർത്തിയാകാത്ത 3 പെൺകുട്ടികളെ ഇന്ന് പുലർച്ചെ കാണാതായത്. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത്. കേരള കർഷക സംഘം തെക്കുംകര വില്ലേജ് സമ്മേളനം കർഷക സംഘം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വില്ലേജ് പ്രസിഡന്റ് PR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CPM തെക്കുംകര വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി NG സന്തോഷ് ബാബു, കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം E ഉമാലക്ഷ്മി, ഏരിയ എക്സിക്യൂട്ടീവ് അംഗം P ഷിറാസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷന്റെ 45-ാം തൃശൂർ ജില്ലാ സമ്മേളനം സാഹിത്യ അക്കാദമിയിൽ നടന്നു. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് OJ രാജീവ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് സജു കുമാർ, ജനറൽ സെക്രട്ടറി K സന്തോഷ് കുമാർ, വൈസ് പ്രസിഡന്റ് TB ഉഷ, ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ V സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമ്മേളനത്തിന്റെ ഔപചാരികം കൂടി ഒറ്റ സംഘടന നമുക്കുള്ളൂ. അത് നല്ലൊരു കാര്യം. ഒരു CV ശേഷമാണ് അത് എക്സൈസ് സ്റ്റാഫിന് ഡിഫറന്റ്ലി ഏബിൾഡ് വെൽഫെയർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൈക്കൂലിയല്ല കോൺഗ്രസെ, ക്ഷേമ പെൻഷൻ അന്നവും മരുന്നും എന്ന മുദ്രാവാക്യവുമായാണ് തൃശൂർ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. ഡിഫറന്റ്ലി ഏബിൾഡ് വെൽഫെയർ ഫെഡറേഷൻ ജില്ലാ രക്ഷാധികാരി M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് OS റഷീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മണികണ്ഠൻ മാപ്രാണം, കമല ജയപ്രകാശ്, KD സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെൽകൃഷിയിൽ പുതിയ വിത്തിനം പരീക്ഷിച്ച് വടക്കാഞ്ചേരിയിലെ യുവ കർഷകനായ നാസർ മങ്കര. ഇപ്രാവശ്യം കർണാടകയിൽ നിന്നും എത്തിച്ച AK-48 എന്ന വിത്തിനമാണ് പരീക്ഷിക്കുന്നത്. കുറുഞ്ചാരി, ലാൽഹോട്ര എന്നീ വിത്തിനം പരീക്ഷണം നടത്തി നെൽകൃഷിയിൽ സംസ്ഥാന ശ്രദ്ധയാകർഷിച്ച നാസർ മങ്കര പുതിയ നെല്ലിനം പരീക്ഷണവുമായി ഇത്തവണയും കൃഷി ഇറക്കിയിരിക്കുകയാണ്. വടക്കാഞ്ചേരി മേലിലം പാടശേഖരത്തിൽ 5 ഏക്കർ സ്ഥലത്താണ് AK-48 എന്ന പുതിയ നെല്ലിനം പരീക്ഷിക്കുന്നത്. കർണാടകയിൽ നിന്നാണ് ഇത്തവണ നെൽവിത്തെത്തിച്ചത്. 120 ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉയർന്ന പ്രതിരോധശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള നെല്ലിനമാണ് AK-48. ഏക്കറിന് 4000 കിലോ വരെ വിളവ് ലഭിക്കും എന്നാണ് പറയുന്നത്. സാധാരണ നമുക്ക് ഇവിടെ ഉമ്മ, ജ്യോതി, മണിരത്ന, പൗർണമി, അക്ഷയ, സുപ്രി അങ്ങനെയുള്ള വിത്തുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനം വളരെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ്. ഈ വിത്തിന്റെ പ്രത്യേകത ഒരു ഏക്കറിന് അവരുടെ കണക്കിന് 4000 കിലോ നെല്ല് കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് കർണാടകത്തിൽ നിന്നാണ് ഈ വിത്ത് കൊടുന്നത്. അതായത് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടുമെന്നുള്ള ആദ്യമായിട്ട് ഇവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ് കേരളത്തിൽ. അപ്പോൾ ഇതിന് മുമ്പ് ഒരെണ്ണം പരീക്ഷിച്ച് നല്ല വിളവായിരുന്നു. ഇപ്പോൾ പുതിയൊരു വിത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് പ്രതിരോധശേഷി വളരെ കൂടുതലാണ്. കേടുപാടുകളൊന്നും അവിടെ പോയപ്പോൾ കണ്ടിട്ടില്ല. മഹാരാഷ്ട്രയിൽ നിന്നും എത്തിച്ച കുറുഞ്ചാരയും ബംഗാളിൽ നിന്നുള്ള ലാൽഹോട്രായും പരീക്ഷിച്ചത് വൻ വിജയമായിരുന്നു. കഴിഞ്ഞ പ്രളയം വിത്തടക്കം കൊണ്ടുപോയതോടെയാണ് ഇത്തവണ AK-48 പരീക്ഷണം നടത്തുന്നത്. പുതിയ പരീക്ഷണം വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവ കർഷകൻ. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ചേലക്കരയിൽ ബസ്സിൽ നിന്നും വീണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. എളനാട് തേക്കിൻകാട് വീട്ടിൽ രാജന്റെ മകൻ 27 വയസ്സുള്ള അനൂജാണ് മരിച്ചത്. മുള്ളൂർക്കര കാർമൽ മൗണ്ട് സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു അപകടം. പഴയന്നൂർ, എളനാട്, തൃശൂർ റൂട്ടിലോടുന്ന ഉണ്ണികൃഷ്ണ ബസ്സിൽ നിന്ന് വീണാണ് അനൂജിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം.
തൃശൂർ ജില്ലാ TNP+ നെറ്റ്വർക്കിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മുണ്ടത്തിക്കോട് ഗ്രാമസഭാ ഹാളിൽ നഗരസഭാ കൌൺസിലർ കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. പയസ് മുണ്ടത്തിക്കോട് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ രമണി പ്രേമദാസൻ, MM മുരളീധരൻ, ക്ലാര ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട പൊറുത്തിശ്ശേരിയിൽ സൈക്കിളിന് കുറുകെ നായ ചാടിയതിനെ തുടർന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധികൻ മരിച്ചു. ചികിത്സയ്ക്കായി കരുവന്നൂർ ബാങ്കിൽ നിന്നും നിക്ഷേപതുക ലഭിച്ചില്ലെന്ന് കുടുംബം പരാതിപ്പെട്ടു. പൊറുത്തിശ്ശേരി കോട്ടക്കകത്തുകാരൻ 68 വയസ്സുള്ള പൌലോസ് എന്ന പൈലിയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ മരിച്ചത്. ബസ് സ്റ്റാൻഡിലെ ലോട്ടറി കടയിലേക്ക് രാവിലെ 7 മണിയോടെ വീട്ടിൽ നിന്ന് സൈക്കിളിൽ പോകുമ്പോൾ 2024 ഓഗസ്റ്റ് 28-നായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നടത്തിയെങ്കിലും സാമ്പത്തിക പ്രശ്നം മൂലം പിന്നീട് വീട്ടിലായിരുന്നു ചികിത്സ. അബോധാവസ്ഥയിലായിരുന്ന പൌലോസിനെ മെയ് 10-ന് പേരാമ്പ്ര തിരുഹൃദയ പാലിയേറ്റീവ് ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നീട് കഴിഞ്ഞ വ്യാഴാഴ്ച വീട്ടിൽ കൊണ്ടുവന്നു. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമുണ്ടായിരുന്നുവെങ്കിലും ചികിത്സയ്ക്കാവശ്യമായ പണം ലഭിച്ചിരുന്നില്ലെന്ന് ഭാര്യ വെറോനിക്ക ആരോപിച്ചു. 10 വർഷം മുൻപ് 4 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിന്റെ പൊറുത്തിശ്ശേരി ശാഖയിൽ നിക്ഷേപിച്ചിരുന്നു. 50,000 രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ടായിരുന്നു. ചികിത്സയ്ക്കായി പണം ആവശ്യപ്പെട്ട് എല്ലാ മാസവും ബാങ്കിൽ കത്ത് നൽകിയിരുന്നുവെങ്കിലും 10,000-ഉം 20,000-ഉം ഒക്കെയാണ് കിട്ടിയിരുന്നത്. ചികിത്സയ്ക്ക് ഒരു മാസം 1.5 ലക്ഷത്തോളം രൂപയാണ് ചിലവ് വന്നിരുന്നത്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ചികിത്സിച്ചിട്ടും ഇപ്പോൾ 5 ലക്ഷം രൂപ കടമായി. ബാങ്കിൽ നിന്ന് ഇനിയും 2.5 ലക്ഷത്തോളം കിട്ടാനുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ബാങ്കിൽ വിളിച്ചിരുന്നു. പക്ഷേ പണം കിട്ടിയില്ലെന്നും വെറോനിക്ക പറഞ്ഞു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. സ്കൂൾ സമയത്തിൽ വരുത്തിയ മാറ്റം വിദ്യാലയങ്ങളുടെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുമെന്ന് KPSTA മുല്ലശ്ശേരി ഉപജില്ലാ കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു. അധ്യാപകരെ 2 തട്ടിലാക്കുന്ന പരിഷ്കാരത്തിനെതിരെ കൺവെൻഷനിൽ പ്രതിഷേധം രേഖപ്പെടുത്തി യൂണിയൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TU ജെയ്സൺ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ഉപജില്ലാ പ്രസിഡന്റ് ബോബി ജോസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ വൈസ് പ്രസിഡന്റ് ജിൽസൺ തോമസ്, സോഫി KL, ടോം ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം പാവറട്ടി മേഖലാ സമ്മേളനം വ്യാപാര ഭവനിൽ നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം ശാലിനി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സജീവൻ വേളത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന പ്രവാസി അംഗം വാസു തുമ്മാട്ട് പതാക ഉയർത്തി. RM അഷ്കർ, AK ഹുസൈൻ, ബിജു കുര്യക്കോട്ട്, MP ഖബീർ, ബാബു ആന്റണി, EK ജോസ് എന്നിവർ സംസാരിച്ചു. മനക്കുളങ്കര ലയൺസ് ക്ലബ് കൊടകരയിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഡോക്ടർ MN അഞ്ജു, പ്രിൻസ് ജോൺ, P രാധാകൃഷ്ണൻ, E ശശാങ്കൻ നായർ, KK വെങ്കിടാചലം, അനിൽ വടക്കേടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന LPG സേഫ്റ്റി ക്ലിനിക്കൽ പാചകവാതകം സുരക്ഷിതമായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് KV രാമജയൻ ക്ലാസ് എടുത്തു. കോൺഗ്രസ് ഒല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മണ്ണൂത്തിൽ നെഹ്റു ഇന്ത്യയുടെ ശില്പി എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ അധ്യക്ഷത വഹിച്ചു. അനിൽ സമ്രാട്ട്, മുൻ ജില്ലാ ചെയർമാൻ A സേതുമാധവൻ, ബേബി മൂക്കൻ, ബിബിൻ പോലൂക്കര, MR ശിവരാജൻ, ലീലാമ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം 1-ാം വാർഡ് മഹാത്മാഗാന്ധി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുകയും SSLC+2 വിജയികളെ അനുമോദിക്കുകയും ചെയ്തു. DCC സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് സെക്രട്ടറി K ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. എരുമപ്പെട്ടി പ്രസ് ക്ലബ് സെക്രട്ടറി KR രാധിക, സംരംഭകനും ഫോട്ടോഗ്രാഫറുമായ ബിജു ആൽഫ, ആർട്ടിസ്റ്റും യോഗാധ്യാപകനുമായ NP ശ്രീകുമാർ, ഡോക്ടർ അംബേദ്കർ കലാശ്രീ നാഷണൽ പുരസ്കാരം അവാർഡ് ജേതാവ് KN കൃഷ്ണകുമാർ, യുവ അഭിഭാഷകൻ നന്ദൻ NR, ജയൻ ക്യാപ്റ്റൻ ബിൽഡേഴ്സ് എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യാതിഥിയായി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് NK കബീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലോമൻ, പഞ്ചായത്ത് മെമ്പർ റീന വർഗീസ്, മഹിളാ കോൺഗ്രസ് നേതാക്കളായ വിനോദിനി പാലക്കൽ, സഫീന അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതിയുടെ ബ്രൈഡൽ മേക്കപ്പ് മത്സരമായ വധു മന്ത്ര നാളെ തൃശൂരിൽ നടക്കും. രാവിലെ 10-ന് പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജിൽ നടക്കുന്ന മത്സരത്തിൽ 50ഓളം പേർ പങ്കെടുക്കും. ഇന്റർനാഷണൽ ഫാഷൻ ഷോ ഡയറക്ടറും ഗ്രൂമറുമായ ഡോക്ടർ ഷഹീർ ഉമറാണ് പ്രോഗ്രാമിന്റെ ഷോ ഡയറക്ടർ. വിജയികൾക്ക് 50,000, 25,000, 10,000 എന്നിങ്ങനെ ക്യാഷ് അവാർഡുകൾ സമ്മാനിക്കും. ഇതിനു പുറമെ 12 വിഭാഗങ്ങളിലായും സമ്മാനങ്ങൾ ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി ജില്ലാ സെക്രട്ടറി KV ഇന്ദു, പ്രസിഡന്റ് ടിഫി മനോജ്,
ഷോ ഡയറക്ടർ ഡോക്ടർ ഷഹീർ ഉമർ, പ്രോഗ്രാം കൺവീനർ KT ബീന, ശൈലജ ജോർജ് എന്നിവർ പങ്കെടുത്തു. ദേശീയ കളരി ചാമ്പ്യൻഷിപ്പിൽ 2ാം സ്ഥാനം നേടിയ വിദ്യാർത്ഥിനി ശ്രീഭദ്രയെ ചാഴൂർ KKG കളരി സംഘം അനുമോദിച്ചു. ആവണങ്കാട്ട് കളരി അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. KKG കളരി സംഘം സ്ഥാപകൻ അശോകൻ ഗുരുക്കൾ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കളരി സംഘത്തിലെ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. സാഹിത്യകാരനും അഭിഭാഷകനുമായിരുന്ന M. കൃഷ്ണൻകുട്ടിയുടെ സ്മൃതി ഗ്രന്ഥമായ ദീപ്തം കൃഷ്ണം സംവിധായകൻ സത്യൻ അന്തിക്കാട് പ്രകാശനം ചെയ്തു. വടക്കാഞ്ചേരി ശ്രീ കേരളവർമ്മ പബ്ലിക് ലൈബ്രറിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ ജഡ്ജി പ്രിയ ചന്ദ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി സ്വീകരിച്ചു. കൃഷ്ണകുമാറിന്റെ ദി അൺക്വൈറ്റ് മൈൻഡ് എന്ന ഇംഗ്ലീഷ് കവിതാ സമാഹാരവും സത്യൻ അന്തിക്കാട് പ്രകാശനം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് B. മുരളി അധ്യക്ഷനായി. ഡോക്ടർ VV ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ ജയശ്രീ കൃഷ്ണകുമാർ, ഡോക്ടർ ചാക്കോ ജോസ്, G. സത്യൻ, P. ശങ്കരനാരായണൻ, ഡോക്ടർ രാധിക എന്നിവർ സംസാരിച്ചു. എളവള്ളി സെന്റ് ആന്റണീസ് പള്ളിയിൽ കേരള ലേബർ മൂവ്മെന്റ് സംഘടനയുടെ നേതൃത്വത്തിൽ ആദരവ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കേരള ലേബർ മൂവ്മെന്റ് യൂണിറ്റ് പ്രസിഡന്റ് ആന്റോ KM ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ വിഭാഗം പ്രസിഡന്റ് സീമ ഷാജു, തൃശൂർ അതിരൂപത പ്രസിഡന്റ് മോളി ജോബി, സംസ്ഥാന സെക്രട്ടറി ബിജു ചിറയത്ത്, തൃശൂർ രൂപത ജനറൽ സെക്രട്ടറി ബേബി വാഴക്കാല തുടങ്ങിയവർ സംസാരിച്ചു. മഴോത്സവം സീസൺ 9 ആറങ്ങോട്ടുകരയിൽ തുടക്കമായി. സാമൂഹിക പ്രവർത്തകൻ രതീഷ് വരവൂർ ഉദ്ഘാടനം ചെയ്തു. വയലി ഡയറക്ടർ വിനോദ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. വിശ്വനാഥ് വരവൂർ, സുദീപ് കടുക്കശ്ശേരി, മനോജ് സോപാനം, M. ഭാഗ്യനാഥ് എന്നിവർ സംസാരിച്ചു. ബാബു മ്യൂസിക് രംഗത്ത് ഏറെ ശ്രദ്ധേയനായ വയലിയുടെ ഏറ്റവും വ്യത്യസ്ത നിറഞ്ഞ പരിപാടിയാണ് മഴോത്സവം. 3 മാസം നീണ്ടു നിൽക്കുന്ന മഴോത്സവം ഓഗസ്റ്റിൽ സമാപിക്കും. പാവറട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1982 SSLC ബാച്ച് ഫ്രറ്റോണിയുടെ നേതൃത്വത്തിൽ സമാദരണ ചടങ്ങ് നടന്നു. സാമൂഹ്യ സേവന രംഗത്ത് കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ഫാദർ തോമസ് വാഴക്കാല, 25 വർഷക്കാലമായി കെനിയിൽ മിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാദർ ജേക്കബ് അച്ചാണ്ടി എന്നിവരെയാണ് ആദരിച്ചത്. അനുമോദന യോഗത്തിൽ കൂട്ടായ്മ പ്രസിഡന്റ് സജി ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു. ആന്റോ വർഗീസ്, KK ജെയിംസ്, മാത്യു ജോഗി എന്നിവർ സംസാരിച്ചു. 13ാമത് മലബാർ രാമൻ നായർ സ്മൃതി പുരസ്കാരത്തിന് തുള്ളൽ കലാകാരൻ കരിവെള്ളൂർ രത്നാകരനെയും കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി സ്മൃതി പുരസ്കാരത്തിന് അനീഷ് മണ്ണാർക്കാടിനെയും തെരഞ്ഞെടുത്തു. മലബാർ രാമൻ നായർ സ്മാരക സമിതിയും മണലൂർ തുള്ളൽ കളരിയും സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത്. കലാമണ്ഡലം പരമേശ്വരൻ, കലാമണ്ഡലം രാധാമണി എന്നിവരടങ്ങിയ ജഡ്ജിംഗ് കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. 10,001 രൂപയാണ് പൊന്നാടയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഈ മാസം 29 ഗുരുവായൂരിൽ സമ്മാനിക്കുമെന്ന് മണലൂർ തുള്ളൽ കളരി ഡയറക്ടർ മണലൂർ ഗോപിനാഥ് അറിയിച്ചു. കലാമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന സംഘടനയായ സൗണ്ട്സ് ഗുഡ് ഏർപ്പെടുത്തിയ പ്രഥമ P. ജയചന്ദ്ര സ്മാരക പുരസ്കാരങ്ങൾ തൃശൂരിൽ പ്രഖ്യാപിച്ചു. സംഗീത ലോകത്തെ സംഭാവനകൾ വിലയിരുത്തി ഹരീഷ് ശിവരാമകൃഷ്ണൻ, ജോബ് കുര്യൻ, നന്ദു S. കർത്ത, KJ പോൾസൺ എന്നിവരെയാണ് പുരസ്കാരത്തിന് അർഹരായത്. 25,000, 10,000 രൂപ വീതവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സംഗീത സംവിധായകൻ ബിജി പാൽ അധ്യക്ഷനായ 5-അംഗ ജൂറിയാണ് പുരസ്കാര അർഹരെ തെരഞ്ഞെടുത്തത്. ഈ മാസം 29 വൈകിട്ട് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, ബിജി പാൽ, BK ഹരിനാരായണൻ എന്നിവർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. T. ജയചന്ദ്രൻ പാടിയ ആൽബത്തിന്റെ റിലീസും ജയചന്ദ്രന്റെ ഗാനങ്ങൾ മാത്രം കോർത്തിണക്കിയിട്ടുള്ള സംഗീത പരിപാടിയും ഉണ്ടാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദിനേശ് പെരുവനം, സുദീപ് പാരനാട്, ജിനേഷ് ആദ, രാജീവ് മേനോൻ എന്നിവർ പങ്കെടുത്തു.
കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന വായനാ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച തൃശൂരിൽ നടക്കും. ടൗൺ ഹാളിൽ നടക്കുന്ന വായനാ പക്ഷാചരണം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിന് മുന്നോടിയായി പാറമേക്കാവ് പരിസരത്ത് നിന്ന് ടൗൺ ഹാൾ വരെ സാംസ്കാരിക ഘോഷയാത്രയും തുടർന്ന് വേദിയിൽ കേരള കലാമണ്ഡലത്തിന്റെ സംഗീത നൃത്തശില്പ അവതരണവും ഉണ്ടാകും. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നല്ലി MLA, സെക്രട്ടറി VK ഫാരി, വൈസ് പ്രസിഡന്റ് KN ഭരതൻ, സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം P തങ്കം എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചെറുതുരുത്തിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് മറിഞ്ഞ് കർഷക കോൺഗ്രസ് നേതാവിന് ഗുരുതര പരിക്കേറ്റു. തെക്കുംകര പഴയന്നൂപ്പാടം സ്വദേശി സന്നിമാരിയിലാണ് പരിക്കേറ്റത്. റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞു നിന്നതാണ് അപകടത്തിന് കാരണം. ഉടൻ തന്നെ നാട്ടുകാർ സന്നിയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പാലപ്പിള്ളി നാടാംപാടത്ത് വീടിന് നേരെ കാട്ടാനാക്രമണം. നാടാംപാടം ചെമ്പലങ്ങാട്ട് പാലംപറമ്പിൽ ആസിയുടെ വീടിന് നേരെയാണ് കാട്ടാൻ ആക്രമണം നടത്തിയത്. വീടിന് മുകളിലേക്ക് കവുങ്ങ് കുത്തിമറിച്ചിട്ടാണ് ആന കാർഷിക വിളകളും നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ആന വീട്ടുമുറ്റത്ത് എത്തിയതറിഞ്ഞ വീട്ടുകാർ മണിക്കൂറുകളോളം പരിഭ്രാന്തരായി. വനപാലകർ എത്തിയാണ് ആനയെ കാടുകയറ്റിയത്. വനാതിർത്തിയിലെ സൗരോർജ്ജ വേലി തകർത്താണ് കാട്ടാനകൾ ജനവാസ മേഖലയിൽ എത്തുന്നത്. പ്രദേശത്തെ കാട്ടാന ശല്യം ഒഴിവാക്കാൻ അധികൃതർ ഇടപെടുമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വാണിജ്യം. സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി സൈലം IAS തൃശൂരിൽ സൗജന്യ IAS സെമിനാർ സംഘടിപ്പിക്കുന്നു. ബുധനാഴ്ച രാവിലെ 9-ന് തൃശൂർ പേൾ റീജിയൻസിയിലാണ് സെമിനാർ നടക്കുക. P ബാലചന്ദ്രൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ സബ് കളക്ടർ അഖിൽ V മേനോൻ മുഖ്യ പ്രഭാഷണം നടത്തും. സൈലം അക്കാദമിക് ഹെഡ് അസീം അക്രം, എഡ്യൂക്കേറ്റർമാരായ റിനോ മറിയം, അക്ഷയ് ഷാജി എന്നിവർ ഉദ്യോഗാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയെക്കുറിച്ച് വിശദമായ ക്ലാസുകൾ നടത്തുമെന്ന് സൈലം ഗവൺമെന്റ് എക്സാം കോർഡിനേറ്റർ ദിനീഷ്, ഫെസിലിറ്റി മാനേജർ സുനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തീർത്തും സൗജന്യമായി നടത്തുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ 7356069700, 7356065200 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തോ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്താവുന്നതാണ്. IAS IPS ഓഫീസറായി സിവിൽ സർവീസ് കരിയർ സ്വപ്നം കാണുന്നവർക്ക് സിവിൽ സർവീസ് പരീക്ഷ വിജയിക്കാൻ ആവശ്യമായ മികച്ച പരിശീലനം നൽകുകയാണ് സൈലം സിവിൽ സർവീസ് അക്കാദമിയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. പ്രമുഖ നേത്രരോഗ ചികിത്സാ ശൃംഖലയായ സൈമൺസ് കണ്ണാശുപത്രിയുടെ പുതിയ ബ്രാഞ്ച് കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് വലപ്പാട് പഞ്ചായത്തിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. വലപ്പാട് പഞ്ചായത്ത് 19-ാം വാർഡിൽ സംഘടിപ്പിച്ച നേത്രരോഗ നിർണയ ക്യാമ്പിന്റെ ഉദ്ഘാടനം വാർഡംഗം ഷിഹാബ് നിർവഹിച്ചു. സൈമൺസ് ഐ ഹോസ്പിറ്റൽസ് CAO രാഹുൽ ചാണ്ടി, മാർക്കറ്റിംഗ് മാനേജർ വൈശാഖ് P ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ നിന്ന് തിമിര ശസ്ത്രക്രിയയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അർഹരായവർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തും. ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്നവർക്ക് കുറഞ്ഞ നിരക്കിൽ കണ്ണട നൽകും. നേത്രരോഗ ചികിത്സാ വിദഗ്ധ ഡോക്ടർ സൂര്യ ക്യാമ്പിന് നേതൃത്വം നൽകി. 100-ൽ പരം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ച സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ പുതിയ ബ്രാഞ്ചിൽ നേത്രരോഗ ചികിത്സാ രംഗത്തെ അതിനൂതന സൗകര്യങ്ങളും യന്ത്രോപകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. നേത്രചികിത്സയുടെ ഭാഗമായുള്ള ശസ്ത്രക്രിയാ സൗകര്യവും വിദഗ്ധരായ ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും സേവനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കുറഞ്ഞ നിരക്കിൽ നേത്രചികിത്സാ രംഗത്തെ അത്യന്താധുനിക ചികിത്സാ സൗകര്യങ്ങൾ രോഗികൾക്ക് ലഭ്യമാക്കുവാനാണ് സൈമൺസ് ഐ ഹോസ്പിറ്റൽ ശൃംഖല ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 0487-299-3299. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9305 രൂപ, പവന് 74,440 രൂപ, വെള്ളി ഗ്രാമിന് 115 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4261 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
കനത്ത മഴയിൽ തീരദേശത്തെ വീടുകൾ വെള്ളക്കെട്ടിൽ. എടത്തുരുത്തി, കയ്പമംഗലം, പെരിഞ്ഞനം പഞ്ചായത്തുകളിൽ വെള്ളക്കെട്ട് രൂക്ഷം. പെരിഞ്ഞനത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മണലൂരിൽ നിരവധി വീടുകൾ വെള്ളക്കെട്ട് ഭീഷണിയിൽ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. വാഹനങ്ങളുടെ നിര കിലോമീറ്ററുകളോളം നീണ്ടു. ചാലക്കുടിയിൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ വൻ അഗ്നിബാധ. ഊക്കൻ ഷോപ്പിംഗ് കോംപ്ലക്സിനാണ് തീ പിടിച്ചത്. തീ കെടുത്തിയത് 1.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ. കോടികളുടെ നഷ്ടം. തൃശൂർ ജില്ലാ കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നേതൃത്വം ഇടപെടുന്നു. സമാന്തര പ്രവർത്തനങ്ങൾ നടത്തുന്ന നേതാക്കൾക്കെതിരെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. തൃശൂർ കോർപ്പറേഷൻ നടപ്പാക്കുന്ന വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി നാടിന് സമർപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. പദ്ധതി സഹകരണാത്മക ഫെഡറലിസത്തിന്റെ മികച്ച ദൃഷ്ടാന്തമെന്ന് മുഖ്യമന്ത്രി. ചടങ്ങ് ബഹിഷ്കരിച്ച് പ്രതിപക്ഷം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.